വാർത്തകൾ വിശദമായി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളായ അധ്യാപകർ ഒളിവിൽ തുടരുന്നു. പ്രതികളായ ഡോക്ടർ റാം, സംഗീത എന്നിവർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മരണത്തിന് ശേഷവും നിതിനെതിരെ അധിക്ഷേപം തുടരുന്നുവെന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വിവരങ്ങളുമായി വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു. വൈഷ്ണ, നിലവിൽ ഈ ഒരു ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തന്നെ തുടരുകയാണ്. ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ മരണത്തിൽ ഇപ്പോഴും അധ്യാപകർ ഒളിവിൽ തുടരുകയാണ്. അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ അധ്യാപകരെ കണ്ടെത്താനായിട്ടില്ല. ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കോളേജ് HOD ആയ ഡോക്ടർ റാം, സംഗീത എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കുട്ടിയെ ജാതീയമായി അധിക്ഷേപിച്ചു, അതുപോലെ ജാതീയമായി അധിക്ഷേപിക്കാറുണ്ട് എന്ന സഹോദരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപകർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അധ്യാപകരെ ഉടൻ കണ്ടെത്താനാകുമെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുപോലെ ഇവരുടെ മൊഴി കൂടുതൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതുപോലെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. പക്ഷേ ഇപ്പോൾ വിഷു അവധി ആയതിനാൽ മൊഴി രേഖപ്പെടുത്തൽ കൂടുതൽ നീളാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. കാരണം വിഷു അവധിയായ കുട്ടികളെ കണ്ടെത്താനും ഒന്നും സാധിക്കാത്ത, അതായത് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ വിഷു അവധിയെ ബാധിക്കാത്ത രീതിയിൽ മൊഴിയെടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അന്വേഷണം നീളില്ല എന്നും ഉടൻ തന്നെ അന്വേഷണത്തിൽ വ്യക്തത വരുമെന്നും അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരവുമാണ് HODക്കെതിരെയും മറ്റൊരു അധ്യാപികയ്ക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. കുടുംബത്തിൻ്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ KSU, SFI, MSF, ABVP തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും DYFI, യുവമോർച്ച, വനിതാ മോർച്ച എന്നിവരൊക്കെ സമരം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ മുമ്പും ഇതുപോലെ പരാതി വന്നിട്ടുണ്ട്. ഇയാൾ മുമ്പ് സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദീപ്തി, ശരി. എന്തായാലും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളായ അധ്യാപകർ നിലവിൽ ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രതികളായ ഡോക്ടർ റാം, സംഗീത എന്നിവർക്കായി അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. മരണത്തിന് ശേഷവും നിതിനെതിരെ അധിക്ഷേപം തുടരുന്നു എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു വിദ്യാർത്ഥികൾ പലരും വന്നിട്ട് ഇത്തരത്തിൽ ഈ ആരോപണ വിധേയരായ ഡോക്ടർ റാമിനും സംഗീതയ്ക്കുമെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ നിതിൻ മരിച്ചതിന് ശേഷവും, നിതിന്റെ മരണത്തിന് ശേഷവും ഇത്തരത്തിൽ ഈ ഒരു നിതിനെതിരെയും അതുപോലെ തന്നെ അധിക്ഷേപം തുടർന്നിരുന്നു എന്നതാണ് വിദ്യാർത്ഥികളടക്കം പറയുന്നത്. നിലവിൽ ഈ ആരോപണ വിധേയരായ ഡോക്ടർ റാമും അതുപോലെ തന്നെ സംഗീതയും ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ലോൺ ആപ്പിൽ നിന്നും ഭീഷണി നേരിട്ടിരുന്നു. അതിന്റെ ചാറ്റുകളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു രീതിയിലേക്കും അന്വേഷണം നടത്താനായി തന്നെയാണ് പോലീസിന്റെ നീക്കം. എന്നാൽ ഇത് ഈ ഒരു ലോൺ ആപ്പിന്റെ പേരിലുള്ള ഒരു ആരോപണം ഉയർത്തുന്നത് ഈ ഒരു കേസ് അട്ടിമറിക്കാനാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ നിതിന്റെ കുടുംബവും ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ പ്രതികളായ അധ്യാപകർ നിലവിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ മരണത്തിന് ശേഷവും ഇതിനെതിരെ അധിക്ഷേപം തുടർന്നിരുന്നു എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നിലവിൽ ഈ ഒരു കേസിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. വൈഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.